Page number 18, non-flowering plants too. Have you seen the plants given in the pictures? Do they bloom? Do all the plants bloom? Search and find out. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പിക്ചേഴ്സിലെ പ്ലാന്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ ബ്ലൂം ചെയ്യോ, പൂക്കുവോ? എല്ലാ പ്ലാന്റ്സും ബ്ലൂം ചെയ്യോ? നിങ്ങളത് സെർച്ച് ചെയ്തിട്ട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാമല്ലേ, എല്ലാ പ്ലാന്റ്സിനും ഒന്നും ഉണ്ടാവില്ല, ഫ്ലവേഴ്സ് ഉണ്ടാവില്ല. സം ഓഫ് ദ പ്ലാന്റ്സ് ഡു നോട്ട് ഹാവ് ഫ്ലവേഴ്സ് ഇല്ലാത്ത പ്ലാന്റ്സുകളുണ്ട്. അതായത് എക്സാമ്പിൾ പറഞ്ഞത് ഏതൊക്കെയാണ് നമുക്ക് പിക്ചറിൽ തന്നത് നോക്കൂ. അത് ആദ്യത്തെ ഫേൺസ് ആണ്. നെക്സ്റ്റ് വണ് ക്രിസ്മസ് ട്രീ. നെക്സ്റ്റ് മോസ്, ഇത് സൈക്കസ്. ഇതൊന്നും ഉണ്ടാവില്ല, ഫ്ലവേഴ്സ് ഉണ്ടാവാത്ത പ്ലാന്റ്സ് ആണ്. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ദ മേജർ പാർട്സ് ഓഫ് ദ പ്ലാന്റ് ആർ റൂട്ട്, സ്റ്റെം ആൻഡ് ലീവ്. നമുക്കറിയാലോ, പഠിച്ച കാര്യം തന്നെയാണ് കേട്ടോ. ഫ്ലവേഴ്സ് ഡെവലപ്പ് അറ്റ് എ സ്റ്റേജ് ഓഫ് ദ പ്ലാന്റ്സ് ഗ്രോത്ത്. ഫ്ലവേഴ്സ് എപ്പോഴാണ് വളർന്നു വരിക? ഡെവലപ്പ് ചെയ്യപ്പോഴാണ് പ്ലാന്റ്സിൻ്റെ വളർച്ച സമയത്ത് വരുന്നതാണ് ഫ്ലവേഴ്സ് ദെൻ ബിക്കം ഫ്രൂട്ട്സ്. ഫ്ലവേഴ്സാണ് പിന്നെ എന്തായിട്ട് മാറുന്നത്? ഫ്രൂട്ട്സ് ആയിട്ട് മാറുന്നത്. ഓൾ പ്ലാന്റ്സ് ഡു നോട്ട് ബ്ലൂം, ഓൾ ഫ്ലവേഴ്സ് ഡു നോട്ട് ബിക്കം ഫ്രൂട്ട്സ് ആൾസോ. എല്ലാ പ്ലാന്റ്സും ഒന്നും പൂക്കില്ല, അതുപോലെ തന്നെ എല്ലാ ഫ്ലവേഴ്സും ഒന്നും എന്തായിട്ട് മാറില്ല, ഡു നോട്ട് ബിക്കം ഫ്രൂട്ട്സ് ആൾസോ. അടുത്തത് നോക്കൂ, ഒരു പിക്ചർ തന്നിട്ടുണ്ട് പ്ലാന്റിൻ്റെ. അത് ഏത് പ്ലാന്റ് ആണ്? അത് കാക്ടസ് ആണ് കേട്ടോ. കാക്ടസ് എന്ന് പറയുന്നത് അതൊരു ഡെസേർട്ട് പ്ലാന്റ് ആണ്. കാക്ടസ് ഈസ് എ ഡെസേർട്ട് പ്ലാന്റ്. എന്താ ഇവർ ചോദിച്ചിരിക്കുന്നത് നോക്കൂ. ഹാവ് യു സീൻ പ്ലാന്റ്സ് ഗ്രോയിങ് ഇൻ പ്ലേസസ് വിത്തൗട്ട് സഫിഷ്യൻറ്റ് വാട്ടർ? എന്താണ്, നിങ്ങൾ വെള്ളമില്ലാത്ത സ്ഥലത്ത് വളരുന്ന പ്ലാന്റ്സിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ വാട്ട് ആർ ദെയർ ഫീച്ചേഴ്സ്? എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പറയാം. ദേ ആർ ഷോർട്ട് ഇൻ സൈസ്. എന്താണ്? ഷോർട്ട് സൈസ് ആയിരിക്കും, അധികം വലിപ്പമില്ലാത്ത പ്ലാന്റ്സ് ആയിരിക്കും. പിന്നെ ലീവ്സിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ദ ലീവ്സ് ആർ വെരി സ്മോൾ. ലീവ്സ് എങ്ങനെയായിരിക്കും? നല്ല ചെറുതായിരിക്കും. പിന്നെ ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് സ്പൈൻസ്. മുള്ളുകൾ ഉണ്ടായിരിക്കും. ദെൻ ദേ ഹാവ് ലോങ് റൂട്ട്സ്. എന്താണ്, അതിന് ആ പ്ലാന്റ്സിന് നല്ല നീളമുള്ള റൂട്ട്സ് ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടായിരിക്കും എന്നറിയോ? ടു അബ്സോർബ് മോർ വാട്ടർ ഫ്രം ദ സോയിൽ. മണ്ണിൽ നിന്ന് നിറച്ച് വാട്ടർ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് നല്ല ലോങ് റൂട്ട്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ ദേ ഹാവ് വാക്സി സ്റ്റെം. അതിൻ്റെ സ്റ്റെം എങ്ങനെയായിരിക്കും? മെഴുകു രൂപത്തിലായിരിക്കും, വാക്സി സ്റ്റെം ആയിരിക്കും. ഇത്രയൊക്കെയാണ് ഫീച്ചേഴ്സ്. അടുത്തത് നീലക്കുറിഞ്ഞി. ദിസ് ഈസ് എ റയർ പ്ലാന്റ് ദാറ്റ് ബ്ലൂംസ് വൺസ് ഇൻ 12 years. എന്താണ്? ഇതൊരു അപൂർവം പ്ലാന്റ് ആണ്, ചെടിയാണ്. ദാറ്റ് ബ്ലൂംസ് വൺസ് ഇൻ 12 years. അതായത് 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം ബ്ലൂം ചെയ്യുന്നത്. ബ്ലൂം എന്ന് പറഞ്ഞാൽ പൂക്കുന്ന ചെടിയാണ്. വൺസ് ദ ഫ്ലവർ ബ്ലൂംസ് ഇറ്റ് വിൽ സ്റ്റേ വിത്തൗട്ട് വെതറിങ് അപ് ടു 3 months. അതാണ്, ഒരിക്കലും അത് പൂത്ത് കഴിഞ്ഞാൽ അത് വാടാതെ, ആ പൂക്കൾ വാടാതെ 3 മാസത്തോളം നിൽക്കും. ആൻഡ് ദേ ആർ ബ്ലൂ ഇൻ കളർ. അതെന്ത് കളറാണ്? ബ്ലൂ നിറത്തിലാണ്. നിൽഗിരി ഹിൽസ് ഗെറ്റ്സ് ഇറ്റ്സ് നെയിം ഫ്രം ദ ഫ്ലവർ നീലക്കുറിഞ്ഞി. നീലഗിരി ഹിൽസിന് ആ പേര് കിട്ടിയത് നീലക്കുറിഞ്ഞി എന്ന ഫ്ലവറിൽ നിന്നാണ്. അടുത്തത് വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് പ്ലാന്റ്സ്? പ്ലാന്റ്സിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് അവർ തന്നിട്ടുണ്ട്. ദേ ഗീവ് ഷെയ്ഡ്. അവർ നമുക്ക് തണൽ തരുന്നു എന്ന് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാം പ്ലാന്റ്സ് ഗീവ്സ് ഫുഡ്, ദേ ഗീവ് ഷെൽട്ടർ, ഹെൽപ്പ് us ടു ഗെറ്റ് ഫ്രഷ് എയർ. നമുക്ക് ശുദ്ധവായു കിട്ടാൻ സഹായിക്കുന്നു. ദെൻ വി ഗെറ്റ് മെഡിസിൻസ് ഫ്രം പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ നിന്ന് മെഡിസിൻസ് കിട്ടുന്നുണ്ട്, മരുന്നുകൾ കിട്ടുന്നുണ്ട്. ദെൻ വുഡ്സ് ഈസ് യൂസ്ഡ് ടു മേക്ക് ഫർണിച്ചർ ആൻഡ് ആൾസോ യൂസ്ഡ് ആസ് എ ഫ്യൂവൽ ഫോർ കുക്കിംഗ്. മരത്തടികൾ നമ്മൾ ഫർണിച്ചർ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇന്ധനമായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്കൊരു ബെനിഫിറ്റ് പറയുകയാണെങ്കിൽ ഹെൽപ്സ് ടു പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ. മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി പേജ് നമ്പർ 20 എടുക്കുക. ലെറ്റ് us assess. ഫസ്റ്റ് നോക്കി നോക്കൂ. ഫൈൻഡ് ഔട്ട് ദ നെയിംസ് ഓഫ് ദ പ്ലാന്റ്സ് ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ഡൗൺ ദ കാറ്റഗറി ഇൻ വിച്ച് ദേ ബിലോങ്സ് ടു. ഐഡൻറ്റിഫൈ മോർ എക്സാമ്പിൾസ് ആൻഡ് നോട്ട് ഡൗൺ ദെയർ ഫീച്ചേഴ്സ്. അതായത് ചോട്ട് തന്നിരിക്കുന്ന പ്ലാന്റ്സ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ പ്ലാന്റ്സ് ആണ്, അതുപോലെ തന്നെ അത് ഏത് കാറ്റഗറിയിൽ പെട്ടതാണ്. ഏത് കാറ്റഗറി എന്ന് പറഞ്ഞാൽ അത് ഹെർബാണോ, ഷ്രബാണോ, ട്രീ ആണോ എന്നുള്ളത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്.
കുറച്ച് കൂടുതൽ പ്ലാന്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് ചോട്ടിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഹെർബ് ഷ്രബ് ട്രീനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്കറിയാം. ഫസ്റ്റ് പ്ലാന്റ്സ് ഒക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഫസ്റ്റ് പ്ലാന്റ് ഏതാണ്? തുമ്പയാണ്. അത് ഏത് കാറ്റഗറിയിൽ പെട്ടതാണ്? ഇറ്റ് ബിലോങ്സ് ടു ഹെർബ്സ് ആണ് കേട്ടോ. നെക്സ്റ്റ് പ്ലാന്റ് ഏതാ? റോസ് ആണ്. റോസ് പ്ലാന്റ് ഏതെല്ലാം നമുക്കറിയാലോ? ഷ്രബാണ്. നെക്സ്റ്റ് കോക്കനട്ട് ട്രീ അറിയാലോ, എന്താണ്? ദിസ് ബിലോങ്സ് ടു ട്രീ ആണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സും അറിയാലോ, അത് ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? കളർ ദി ഫ്ലവേഴ്സ് അപ്രോപ്രിയേറ്റ്ലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ചോട്ടിൽ തന്നിരിക്കുന്ന ഫ്ലവേഴ്സ് ഉചിതമായി കളർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെ ഫ്ലവേഴ്സാണ് തന്നിരിക്കുന്നത്? ഹിബിസ്കസ്, ലോട്ടസ്, ജാസ്മിൻ. നമുക്കറിയാം ഹിബിസ്കസും ലോട്ടസും നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സിലുണ്ട്. അപ്പോൾ അതിലത്തെ ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം. ജാസ്മിൻ എന്ന് പറഞ്ഞാൽ ആകെ ഒരു നിറത്തിലേ ഉള്ളൂ, അതായത് ഒരൊറ്റ കളറേ ഉള്ളൂ. ഏതാണ്? വൈറ്റ് നിറമാണ്. അത് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. ഓക്കെ. വൈ ഡിഡ് യു സെലക്ട് ദിസ് കളർ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സെലക്ട് ചെയ്തത്? കാറ്റഗറൈസ് ദ ഫ്ലവറിങ് പ്ലാന്റ്സ് ദാറ്റ് യു നോ ഇൻ ദ ഓർഡർ ഗിവൺ. അതായത് നിങ്ങൾക്ക് ഫ്ലവറിങ് പ്ലാന്റ്സിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ തന്ന ഓർഡറിൽ ഫ്ലവറിങ് പ്ലാന്റ്സിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യേണ്ടത്? പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഇൻ വൺ കളർ, നെക്സ്റ്റ് പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്. അതായത് ഒരൊറ്റ നിറമുള്ള പൂക്കളുള്ള പ്ലാന്റ്സും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് പൂക്കളുള്ള പ്ലാന്റ്സും. നമുക്കിനി പ്ലാന്റ്സിനെ ഒന്ന് പറഞ്ഞു നോക്കാം. പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഇൻ വൺ കളർ, ഒരൊറ്റ കളറുള്ള ഫ്ലവേഴ്സുള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണ്? തുമ്പയ്ക്ക് ആകെ ഒരു നിറയേ ഉള്ളൂ, വൈറ്റ് തുമ്പ, വൈറ്റാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ജാസ്മിൻ, അതും വൈറ്റാണ്. മുക്കുറ്റി എന്ന് പറയുമ്പോൾ മഞ്ഞ നിറമാണ്. സൺഫ്ലവറിന് പിന്നെ അറിയാം മഞ്ഞ. പിന്നെ നിശാഗന്ധി, നന്ദ്യാർ വട്ടം, രണ്ടും വൈറ്റ് കളറാണ്. ഓക്കെ. ഇനി പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ് പറയാം. ഹിബിസ്കസ്, അതുപോലെ നമുക്ക് ഇക്സോറ പറയാം, ലോട്ടസ് പറയാം, റോസ് പറയാം, പിന്നെ മാരിഗോൾഡ്. അതൊക്കെ ഡിഫറെൻറ്റ് കളേഴ്സിലുണ്ട് കേട്ടോ. ഇനി അടുത്തത് നോക്കൂ. എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ്. ഫൈൻഡ് ഔട്ട് എനി 5 പ്ലാന്റ്സ് ഇൻ യുവർ സറൗണ്ടിങ്സ് ആൻഡ് ക്രിയേറ്റ് ദയർ ഗ്രീൻ കാർഡ് യൂസിങ് ദ ഡീറ്റെയിൽസ് ഗിവൺ ബിലോ. അതായത് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഏതെങ്കിലും 5 പ്ലാന്റ്സ് കണ്ടെത്തിയിട്ട് ചോട്ടിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയിട്ട് ഒരു കാർഡ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് നെയിം ഓഫ് ദ പ്ലാന്റ്, ഏതെങ്കിലും ഒരു പ്ലാന്റിനെ നമ്മൾ എഴുതുക. അത് ഏത് കാറ്റഗറിയിൽ പെട്ടതാണെന്ന് എഴുതുക. അതായത് ഹെർബാണോ, ഷ്രബാണോ, ട്രീ ആണോ എന്ന്. അതുപോലെ തന്നെ ഏത് പാർട്ടാണ് യൂസ് ചെയ്തത്, പാർട്ട് യൂസ് ഫോർ പ്ലാന്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്ത പാർട്ട് ഏതാണെന്ന് എഴുതുക. അതിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് ദ ലീഫ് എന്താണ്? ലീഫ് നമ്മൾ ഫീച്ചേഴ്സ് പഠിച്ചില്ലേ? എന്താണ്? ലോങ് ആൻഡ് ടാപ്പറിങ്, ലാർജ് ആൻഡ് ലോങ്, അങ്ങനെയൊക്കെ പഠിച്ചില്ലേ? അപ്പോൾ ഏത് ചെടിയുടെ പേരാണോ എഴുതുന്നത് അതിൻ്റെ ലീഫ് എങ്ങനെയാണെന്ന് എഴുതുക. ദെൻ ഫീച്ചേഴ്സ് ഓഫ് ദ ഫ്ലവർ എഴുതുക. ദെൻ ഫീച്ചേഴ്സ് ഓഫ് ദ സ്റ്റെം എഴുതുക. ഇതൊക്കെ നമ്മൾ ഈ ലെസണിൽ മൊത്തത്തിൽ പഠിച്ചതാണ്. ഇവിടെ ഒരു പ്ലാന്റ് കാണിക്കുന്നുണ്ട്. ഇതുപോലെ വേണം നിങ്ങൾ 5 പ്ലാന്റ്സ് കണ്ടെത്തിയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.